ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. വിശ്വാസികളെ സർവ്വലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാനും വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ എവിടെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഇസ്ലാം ബന്ധങ്ങൾക്ക്, മാനവിക മൂല്യങ്ങൾക്ക്, ധാർമ്മികതയ്ക്ക്, സംസ്കാരത്തിന് ഒക്കെ ഏറെ വില കൽപ്പിച്ചിട്ടുള്ള ഒരു മതമാണ്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. ഇണകളായി ജീവിക്കേണ്ടുന്ന രീതിയിലാണ്. വിശുദ്ധ ഖുർആൻ പലയിടത്തും ഈ ഒരു ആശയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഖലഖനാകും അസ്വാജ, നാം നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ നബഇലെ 8-ാമത്തെ ആയത്തിലൂടെ ഇവിടെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഇണകളായി ജീവിക്കുവാൻ വേണ്ടി ഇസ്ലാം വെച്ചിരിക്കുന്ന പരിശുദ്ധമായ പവിത്രമായ ഒരു മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത്. വിവാഹം ഇസ്ലാം ഏറെ ശ്രേഷ്ഠതയോടെ, ഏറെ ഗൗരവത്തോടെ, ഏറെ പവിത്രതയോടെ നോക്കിക്കണ്ട ഒന്നാണ്. അത് കേവലമായ ഒരു ചടങ്ങല്ല, അതൊരു ഇബാദത്താണ്. നിക്കാഹ് അതൊരു അമാനത്താണ്. അത് അതിശക്തമായ ഒരു മീസാഖൻ ഗലീള വഅഖദ്നാ മിൻകും മീസാഖൻ ഗലീള എന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായിലെ 21-ാമത്തെ ആയത്തിലൂടെ അതിനെ കുറിച്ച് പറഞ്ഞത്. ഒരു ശക്തമായ കരാർ, പരസ്പരമുള്ള ഒരു ഏറ്റെടുക്കൽ, ഉത്തരവാദിത്തം, പരസ്പരമുള്ള അംഗീകാരം എല്ലാം കൂടിച്ചേർന്ന ഒന്നാണ് നിക്കാഹ് അല്ലെങ്കിൽ വിവാഹം എന്നൊക്കെ പറയുന്നത്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്, മതം പഠിപ്പിച്ചതാണ്. ഇസ്ലാം ലോകത്ത് എന്നൊക്കെ നിലനിന്നിട്ടുണ്ടോ അന്നെല്ലാം അമ്പിയാക്കളിലൂടെ മനുഷ്യരെ പഠിപ്പിച്ച ഇസ്ലാമിന്റെ ഒരു രീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത് അന്നിക്കാഹു മിൻ സുന്നത്തി. നിക്കാഹ് എന്ന് പറയുന്നത് എന്റെ ചര്യയിൽപ്പെട്ടതാണ്. ഫമൻ റഗിബ അൻ സുന്നത്തി, എനിക്ക് നിക്കാഹ് വേണ്ട, എനിക്ക് വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ആരെങ്കിലും മാറി നിൽക്കുന്നുവെങ്കിൽ ഫലൈസ മിന്നി, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അത്ര ഗൗരവത്തോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഇസ്ലാം അതിന്റെ ഒരു കൾച്ചറായി, അതിന്റെ ഒരു സംസ്കാരമായി പഠിപ്പിച്ചിട്ടുള്ള ഒന്നാണ് നിക്കാഹ് എന്ന് പറയുന്നത്. അതിലൂടെ മനുഷ്യന് ലഭിക്കുന്ന ഒരുപാട് സുരക്ഷിതത്വം, ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക്
ഒരു സമൂഹം എന്നുള്ള നിലക്ക് മൃഗങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തനാണ് മനുഷ്യർ. അവർക്ക് ഒരു ജീവിത രീതിയുണ്ട്, അവർക്കൊരു സംസ്കാരമുണ്ട്. മൃഗങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. അവര് തോന്നുന്നത് പോലെ ജീവിക്കുന്നവരാണ്. അവർക്ക് അതിനുള്ള ബുദ്ധി അള്ളാഹു കൊടുത്തിട്ടുള്ളൂ. എന്നാൽ മനുഷ്യൻ അതല്ല. മനുഷ്യന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, മനുഷ്യന് വിവേകം കൊടുത്തിട്ടുണ്ട്, മനുഷ്യന് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ള കാര്യപ്രാപ്തിയും ശേഷിയും ഒക്കെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കുള്ള സുന്നത്താണ്, മാനവിക മൂല്യങ്ങളിൽപ്പെട്ടതാണ് നിക്കാഹ്. ഒരു മനുഷ്യൻ പൂർണ്ണനാവുന്നത് അവൻ വിവാഹിതൻ കൂടിയാകുമ്പോഴാണ്. വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു മനഃശാസ്ത്രപരമായ ഒരു കൺസെപ്റ്റ് ഉണ്ട്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ഏരിയകളുണ്ട്. അവൻ ആരോഗ്യമുള്ളവനായിരിക്കണം, കഴിഞ്ഞ തവണ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അവന് പൊതുസമൂഹവുമായി ബന്ധമുണ്ടായിരിക്കണം, അവൻ സ്വന്തമായി അധ്വാനിച്ച ഒരു വരുമാനം ഉണ്ടാക്കുന്നവരായിരിക്കണം, അവൻ അവന്റെ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കണം, അള്ളാഹുവിന് നൽകേണ്ട പാട്ട് നൽകുന്നവരായിരിക്കണം, അയൽക്കാർക്ക് നൽകേണ്ട പാട്ട് നൽകുന്നവരായിരിക്കണം. അങ്ങനെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് ഏതെല്ലാം രംഗത്ത് മനുഷ്യൻ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം പൂർണ്ണനാകാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് ഒരു മനുഷ്യന്റെ വീൽ ഓഫ് ലൈഫ് പൂർണ്ണമാകുന്നത്. ചില ആളുകൾക്ക് ചില കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അയൽപക്കത്ത് കുറച്ച് മനുഷ്യന്മാരുണ്ട് എന്ന് പോലും അറിയാത്ത മനുഷ്യന്മാരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു വാപ്പുണ്ട് എന്നറിയാത്ത മനുഷ്യന്മാരുണ്ട്. കല്യാണം കഴിച്ചിട്ടുണ്ട്, പരിയിൽ കുട്ടികളുടെ എന്ന് തിരിച്ചറിയാത്ത മനുഷ്യന്മാരുണ്ട്. എന്നാൽ അവർ ഓഫീസ് കാര്യങ്ങളിൽ ചിലപ്പോൾ ഭയങ്കര സ്മാർട്ട് ആയിരിക്കും. അങ്ങനെ ചിലയിടങ്ങളിൽ ഓവർ സ്മാർട്ട് ആവുകയും ചിലയിടങ്ങൾ പാടെ അവഗണിക്കുകയും ചെയ്യുക, അത് ഒരു പൂർണ്ണതയുള്ള ശരിയായ പക്വതയുള്ള ഒരു മനുഷ്യന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചിലര് ഞാൻ ഫുൾ ടൈം വിവാദത്ത് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റൂല, ഫുൾ ടൈം വിവാദത്ത് പറ്റൂല, നിക്കാഹിന്റെ സുന്നത്തപ്പെട്ടതാണ്, വിവാഹം കഴിച്ച് കുടുംബമായിട്ട് ഭാര്യമാരുടെ കൂടെ മക്കളുടെ കൂടെ ജീവിക്കണം, എങ്കിലേ ഒരാൾ മുസ്ലിം ആവുള്ളൂ, അല്ലാത്തവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് സക്കീനത്ത്, വിവാഹത്തിലൂടെ മനുഷ്യൻ ലഭിക്കുന്ന ഒരു ശാന്തതയും ഒരു സുഖജീവിതവും ഉണ്ട്. മവദ്ദത്ത്, അവർക്കിടയിൽ നിലനിൽക്കുന്ന പരസ്പരമുള്ള ആഴത്തിലുള്ള ഒരു സ്നേഹമുണ്ട്. റഹ്മത്ത്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, സൗജ് ഇണകൾക്കിടയിൽ നിലനിൽക്കുന്ന വല്ലാത്ത ഒരു റഹ്മത്തിന്റെ, കാരുണ്യത്തിന്റെ ഒരു അങ്ങേ തലമുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടതാണ്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിലൂടെ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ആയത്തിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നിരിക്കുന്നു. ലിതസ്കുനു ഇലൈക, അതിലൂടെ നിങ്ങൾക്ക് സക്കീനത്ത് ലഭിക്കണം. ഞാൻ മാത്രം മതി എന്ന് തീരുമാനിച്ചാൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല. ആർക്കെങ്കിലും കഴിയോ? ഇപ്പൊ ഇന്ന് രാവിലെ എണീറ്റതിന് ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. രാവിലെ എണീറ്റാൽ കണ്ണ് തുറന്നാൽ ആദ്യം നമ്മൾ ബ്രഷും പേസ്റ്റും തരിക. ഈ ബ്രഷ് നമ്മൾ ഉണ്ടാക്കിയതാണോ? പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതാണോ? ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഞാൻ ജീവിക്കുള്ളൂ എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ ഈ ദുനിയാവിൽ നിന്ന് ജീവിക്കാൻ കഴിയില്ല. അത് കഴിഞ്ഞിട്ട് അവൻ ഇരിക്കുന്ന കസാര, നടക്കുന്ന ചെരുപ്പ്, അണിയുന്ന ഡ്രസ്സ്, കഴിക്കുന്ന ഫുഡ്, അങ്ങനെ ഓരോന്നിലും 100,000 ആളുകളുടെ ഇടപെടലുണ്ട്. അങ്ങനെ ഒരു ജീവിയാണ്, അങ്ങനെ ഒരു ജീവിതമാണ് അള്ളാഹു മനുഷ്യർക്ക് നൽകിയത്. അവിടെ ഒരു പാരസ്പര്യം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം നിങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും ഒന്നിച്ചൊരു സമൂഹമായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ബാധ്യതകൾ നിർവഹിച്ച് സുരക്ഷിതത്വം അനുഭവിച്ച് അങ്ങനെ ഒരു സൊസൈറ്റിയായി ജീവിക്കണം. അങ്ങനെയാണ് മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ലിതസ്കുനുയിലേക, പരസ്പരം നിങ്ങൾ ആശ്വാസം കണ്ടെത്തണം. വജഅല ബൈനകും മവദ്ദത്തൻ വറഹ്മ, അങ്ങനെ ആ ജീവിതത്തിലൂടെ നിങ്ങൾക്ക് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ പറ്റും. മനുഷ്യനാകുമ്പോ സ്നേഹിക്കാൻ ഒരാൾ വേണം. ഒരു പക്വത എത്തിയാൽ, ഒരു പ്രായം എത്തിയാൽ, ഒരു ജീവിതത്തിന്റെ ഒരു ഘട്ടം എത്തിയാൽ ഔദ്യോഗികമായി എവിടെങ്കിലും പോയിട്ട് ഇരുട്ടത്ത് സ്നേഹിക്കല്ല, ഔദ്യോഗികമായി തന്നെ അവർ നിർവഹിക്കുവാനുള്ള, ആളുകൾക്കിടയിൽ പരസ്യമായി അത് ചെയ്യുവാനുള്ള ഒരു സാധ്യതയും ഒരു അവകാശവും അവന് ലഭിക്കണം. അതിനാണ് അള്ളാഹു നിക്കാഹ് നിർബന്ധമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ റഹ്മത്ത്, ആളുകൾക്കിടയിൽ ഈ സ്നേഹം, പ്രത്യേകിച്ച് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഈ സ്നേഹം നിലനിൽക്കണം. ഇതൊക്കെയാണ് ഇസ്ലാം വിവാഹത്തെ ആ രീതിയിലൊക്കെയാണ് നോക്കിക്കാണുന്നത്. ഇതാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്. അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബാധ്യതകളുണ്ട്,
അവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉത്തരവാദിത്തങ്ങളുണ്ട്, അവിടെ സ്നേഹം നൽകലുണ്ട്, സ്നേഹം വാങ്ങലുണ്ട്. പക്ഷെ ഇന്ന് ആളുകൾ ഇങ്ങനെ പുരോഗതി എന്നൊക്കെയാണല്ലോ പറയാ, മാറ്റം എന്നൊക്കെയാണല്ലോ പറയാ, നവോത്ഥാനം എന്നൊക്കെയാണല്ലോ പറയാ. തെറ്റായ രീതിയിൽ പലതും പറഞ്ഞിട്ട് ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ തയ്യാറില്ലാത്ത തലമുറ. റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് അവർക്ക് കേട്ടൂടാ. അവർക്ക് വേണ്ടത് ഫ്രീഡമാണ്, ഫുൾ ഫ്രീഡം. മൈ ബോഡി മൈ ചോയ്സ്, മൈ ലൈഫ് മൈ ചോയ്സ്. അങ്ങനെയുള്ള ചില ക്യാപ്ഷനുകളുമായി അവർക്ക് മറ്റൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല. എന്തിന് ഞാൻ മറ്റുള്ളവരുടെ ബാധ്യത ഏറ്റെടുക്കണം? വിവാഹത്തിനെ എതിർത്തുകൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. എന്തിന് ഞാൻ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം? ഞാൻ എന്റേതായ ഒരു ജീവിതം ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഇത്തരം സമൂഹത്തിൽ ഇത്രയും കാലം എന്ന് മുതൽ മനുഷ്യരുണ്ടായിട്ടുണ്ടോ അന്ന് മുതൽ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും സിസ്റ്റത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇതാണ് പുതിയത് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോകാൻ വേണ്ടി നമ്മുടെ കുട്ടികൾക്ക് കൂടി, നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് കൂടി അത്തരം ശരിയല്ലാത്ത ചിന്തകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇവരിങ്ങനെ എല്ലാ റെസ്പോൺസിബിലിറ്റിന്ന് ഒഴിവാകുകയാണ്. ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ്, ഭാര്യ ഭർത്താവ്, അതൊക്കെ ഭയങ്കര ഉത്തരവാദിത്തം, അതൊന്നും വേണ്ട. ഇനി സ്ത്രീകൾ ഗർഭം ധരിക്കുക, അതൊക്കെ ഭയങ്കര പ്രയാസമാണ്, അതുകൊണ്ട് അതൊന്നും വേണ്ട. മക്കളുണ്ടാവുക, അതൊന്നും സഹിക്കാൻ സാധിക്കൂല. പ്രസവിക്കുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എല്ലാറ്റിൽ നിന്ന് മാറി ഒരു ഫ്രീ ലൈഫ്. എനിക്ക് കിട്ടുന്ന സാലറി, എൻ്റെ റൂം, എൻ്റെ വണ്ടി, എൻ്റെ ഫ്ലാറ്റ്, എൻ്റെ ലൈഫ്. അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് ഈ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു ചിന്തിക്കണ്ടേ? എൻ്റെ ഫ്ലാറ്റ്, എൻ്റെ വണ്ടി, എൻ്റെ റൂം തരുമ്പോ ഞാനോ ഞാൻ എവിടെ നിന്നുണ്ടായതാ? ഏതെങ്കിലും മരത്തുമെന്ന് പറിച്ചെടുത്തതാണോ? ഒരു തലമുറയിൽപ്പെട്ട ആളുകൾ ത്യാഗം സഹിക്കാൻ തയ്യാറായത് കൊണ്ടാണ്. ഒരു മനുഷ്യക്കുഞ്ഞ്, ഏത് ജീവികളിൽ നിന്ന് മനുഷ്യക്കുഞ്ഞുള്ള പ്രത്യേകത, ഒരു നമ്മളെ നാട്ടിൽ ഒരു പശുവോ അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ജീവിയോ പ്രസവിച്ചാല് അതിന്റെ കുഞ്ഞിനൊരു മിനിമം ടൈം കൊണ്ട് സ്വന്തം കാല് എണീറ്റ് നിൽക്കാൻ സാധിക്കും. ദീർഘമായ ഒരു ശൈശവം ഉള്ളത് മനുഷ്യർക്കാണ്. സ്വന്തമായിട്ടൊന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഒരു കുഞ്ഞ് എത്ര കാലം കാത്തിക്കണം, എത്ര കാലം കരയണം, എത്ര കാലം ഉമ്മ നോക്കണം, എത്ര കാലം ഉപ്പയുടെ സംരക്ഷണം വേണം. അങ്ങനെ കണ്ണോ കയ്യോ കാലോ എന്ന് പറഞ്ഞ് നോക്കി 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 വളർത്തിയെടുത്തിട്ടാണ് നമ്മളൊക്കെ ഈ ഭൂമിയിൽ ഇന്ന് നിലനിൽക്കുന്നത്. നമ്മൾ സ്വന്തം ഉണ്ടായതല്ല, നമ്മളെയൊക്കെ ഉമ്മ പ്രസവിച്ചതാണ്. ആ ഉമ്മ പേറ്റ് നോവ് അനുഭവിച്ചിട്ടുണ്ട്. ആ ഉമ്മ 9 മാസവും ഏതാനും ദിവസങ്ങളും നമ്മെ ഉദരത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട്. അവര് ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ജനിച്ചു വീണപ്പോൾ ഇന്ന് നമുക്കുള്ളത് പോലെ 12, 24, 36, 50 വയസ്സ് അന്ന് നമുക്കുണ്ടായിരുന്നില്ല. ഇന്ന് നമുക്കുള്ളത് പോലെ 50, 60 കിലോ തൂക്കം അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് ആകേണ്ടത് 2 കിലോ 900 അല്ലേ? എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ പറയും 2,900 ഉണ്ട്, അല്ലെങ്കിൽ 3,200 ഉണ്ട്, അല്ലെങ്കിൽ 1,800 ഉള്ളൂ എന്ന് നമ്മൾ പറയും. അത്രേ ഉള്ളൂയിരുന്നു നമ്മള്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഉണ്ടും കഴിച്ചും ശ്വസിച്ചും ഒരുപാട് ലാളനകൾ ഏറ്റുവാങ്ങി വളർന്ന് ഈ ലെവലിൽ എത്തിയപ്പോ നമ്മൾ പറയാണ്, ഒരാളെയും ബാധ്യത ഏറ്റെടുക്കാൻ എനിക്കാകൂല, കമ്മിറ്റ്മെന്റിൽ എനിക്ക് അങ്ങനത്തെ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തരം ഫ്രീഡമാണ്, ഫ്രീ ലൈഫാണ്. സാക്രിഫൈസ്, പരസ്പരം ത്യജിക്കുക, അതില് ഇവർക്ക് യാതൊരു താല്പര്യമില്ല. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, എന്ത് മതി, എന്റെ ഒരു സംതൃപ്തി, സെൽഫ് ലവ്, അതൊക്കെയാണ് പുതിയ പദങ്ങള്. അവനവനെ കുറിച്ചൊരു സ്നേഹമൊക്കെ വേണം, അതിന് തെറ്റൊന്നുമില്ല. പക്ഷേ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ആരെയും എനിക്ക് ഇഷ്ടമല്ല, ആരോടും എനിക്ക് ആർക്ക് വേണ്ടിയും ത്യാഗം സഹിക്കാൻ ഞാൻ തയ്യാറില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? അത് എന്നോട് തന്നെ. അത് കഴിഞ്ഞാലോ അപ്പൊ അവന്റെ മറുപടി, അതിനത് കഴിയുന്നില്ലല്ലോ, എന്നോടുള്ള ഇഷ്ടം തീരുന്നില്ല, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് പറയുന്ന ഒരു പ്രത്യേക ചിന്ത. ത്യാഗം സഹിക്കുന്നതിനെ കുറിച്ചോ മറ്റുള്ളവർക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഇല്ല. ഞാൻ കഴിക്കുക, ഞാൻ എൻജോയ് ചെയ്യുക, ഞാൻ സുഖിക്കുക, ഞാൻ അനുഭവിക്കുക, അതിനപ്പുറത്തേക്കുന്നില്ല. ഫാമിലി എന്ന് പറഞ്ഞ സിസ്റ്റത്തോട് താല്പര്യമില്ല. ഒരു തരം ഇൻഡിവിജ്വലിസം, ഞാൻ തന്നെ മതി, വ്യക്തിയിൽ അധിഷ്ഠിതമായ പ്രത്യേക തരം ജീവിതം. റിലേഷൻഷിപ്പിനേക്കാൾ അവർക്ക് താല്പര്യം എന്റർടൈൻമെന്റിനാണ്. ആസ്വദിക്കുക, അനുഭവിക്കുക, സുഖിക്കുക,
അങ്ങനെയുള്ള എന്റർടൈൻമെന്റ് ഇസ്ലാമിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലായി അങ്ങനെ തെറ്റൊന്നുമല്ല, അത് മിതമായ രീതിയിൽ ഇസ്ലാം അത് അനുവദിച്ചതാണ്. പക്ഷെ അത് മാത്രം മതി. റിലേഷൻഷിപ്പ് പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഉപ്പ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഉമ്മ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ മക്കൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ ഭാര്യ ഇവിടെ ഇല്ല, അതിലൊന്നും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ, കമ്മിറ്റ്മെന്റിൽ താല്പര്യമില്ലാതെ ഒരു പ്രത്യേകതരം മൈൻഡിലേക്ക് സൊസൈറ്റി മാറുകയും അത് പതുക്കെ പതുക്കെ നമ്മളെ കൂടി ബാധിക്കുകയും ചെയ്യുന്ന സങ്കടകരമായ ഒരു അവസ്ഥ. ഇത് ശരിക്കും നമ്മൾ തിരിച്ചറിയണം. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ അത് ബാധ്യതയല്ല, അതൊരു ആശ്വാസമാണ്, ജീവിതത്തിന്റെ ഒരു സാഫല്യമാണ്, ജീവിതത്തിന്റെ ഒരു സമാധാനമാണ്, അതൊരു സംതൃപ്തിയാണ്. അതാണ് ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള ഒരു പിന്നെ സുഖം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലകുന്ന. നമ്മളെ ശരിക്കും മനസ്സിലാക്കാൻ, നമ്മളെ ശരിക്കും അറിയാൻ, അത് അങ്ങനെ ഒരാളില്ലാതിരിക്കുമ്പോഴാണ് എവിടെ കൊണ്ടുപോയി ഇത് വെക്കണമെന്നറിയാതെ അവസാനം 20-ാമത്തെ വയസ്സിലും 30-ാമത്തെ വയസ്സിലൊക്കെ ഇങ്ങനെ പാറി നടന്ന ആളുകൾ ആ യുവത്വം അവസാനിക്കുന്നതിന് മുൻപ് ഈ സാധനം കൊണ്ടുപോയി വെക്കാൻ ഒരു അത്താണിയില്ലാതെ ആത്മഹത്യയിലേക്ക് നീങ്ങുന്നത്. മറിച്ച് നമ്മളെ മനസ്സിലാക്കാൻ, അല്ലെ, വീട്ടില് എനിക്ക് കാത്തിരിക്കാൻ ഒരാളുണ്ട് എന്ന് പറയുമ്പോ ഏത് ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സമാധാനം കിട്ടും. എത്ര ഇടങ്ങേറായാലും എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ ഇപ്പൊ വരും എന്ന് ചിന്തിക്കുമ്പോ, പുരുഷനായിരിക്കട്ടെ സ്ത്രീ ആയിരിക്കട്ടെ, അവർക്ക് അതിലൂടെ ലഭിക്കുന്ന ഒരു ആശ്വാസവും ഒരു സുഖവുമുണ്ട്. അങ്ങനെയുള്ള ഒരു മാതൃക ദമ്പതികളുടെ ജീവിതം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മൾ എമ്പാടും കണ്ടിട്ടുണ്ട്. ഖദീജ റളിയല്ലാഹുഅൻഹയുടെ കൂടെയുള്ള ജീവിതം, ആയിഷ റളിയല്ലാഹുഅൻഹയുടെ കൂടെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹുവും തമ്മിലുള്ള സന്തോഷകരമായ ജീവിതം, അല്ലേ? ഖദീജ റളിയല്ലാഹു അൻഹ വീട്ടിലുള്ള സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ ഗുഹയിൽ വെച്ച്, ഇറാ ഗുഹയിൽ വെച്ച് വഹയി ലഭിച്ചു. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുമ്പോ ചേർത്ത് നിർത്തിയ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ഇന്നും പ്രസക്തമാണ്. കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. പേടിക്കണ്ട, അല്ലാഹ് നിങ്ങളെ സങ്കടപ്പെടുത്തൂല. നോക്ക്, നിങ്ങൾ ജീവിതത്തിൽ ഒന്ന് ഡൗൺ ആകുമ്പോ, ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ, ജോലിയിൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുമ്പോ, ലൈഫിൽ എന്തോ ഒരു ചലഞ്ച് വരുമ്പോ, എന്നെ സമാധാനിപ്പിക്കാൻ എന്നെ അറിയുന്ന ഒരാള് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ അയാള് വഴിതെറ്റി വേറൊടുക്കും പോകൂല. അങ്ങനെ വന്നപ്പോഴാണ് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ ഇന്നക ലതസിലുർ റഹം. താങ്കൾ ബന്ധങ്ങളെ ചേർക്കുന്നു, വതസിലുൽ വതസ്തഖുൽ ഹദീസ്, സത്യസന്ധമായി സംസാരിക്കുന്നു, വതഹമിലുൽ കല്ല്, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ഏറ്റെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച ഖദീജ റളിയല്ലാഹു അൻഹ. മനോഹരമായി ജീവിതം എങ്ങനെയാണ്. അതോടൊപ്പം ജീവിതം ആയിഷ റളിയല്ലാഹുഅൻഹയുടെ കൂടെയൊക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച അവരുടെ കൂടെയൊക്കെ ജീവിതത്തിന്റെ മനോഹാരിത തൊട്ടറിഞ്ഞ റസൂലുള്ളാഹി നമുക്ക് മാതൃകയാണ്. വിവാഹ ജീവിതത്തിന്റെ സുന്ദരമായ ഏടുകൾ, മനോഹരമായ താളുകൾ ലോകത്തിന് മുൻപിൽ സമർപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹ ജീവിതം എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് കാണിച്ചു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ്. ഇസ്ലാം നമ്മൾ പറയാറുണ്ട്, സാർവകാലികമാണ്, സാർവലൗകികമാണ്. എല്ലാ കാലഘട്ടത്തേക്കും പറ്റിയ മതമാണ് ഇസ്ലാം. എല്ലാ ജനതയ്ക്കും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തങ്ങളും, ഇസ്ലാമിന്റെ തിയറികളും, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളും, ഇസ്ലാമിന്റെ സങ്കല്പങ്ങളും എല്ലാം. ചില ആളുകൾക്ക് ഇസ്ലാമിനെ വിമർശിക്കാൻ എന്താണ് കിട്ടിയെന്ന് നോക്കി നടക്കണ പണിയാണ്. ഒരു ഏർപ്പാടുമില്ല. ഇസ്ലാമിനെ വിമർശിക്കാൻ എന്താണുള്ളത്? എവിടെങ്കിലും എന്തെങ്കിലും മാന്തിയാ കിട്ടുമോ? എന്നാൽ ഇവര് ആഴത്തിൽ പഠിച്ചവരാണോ? അല്ല. എവിടെന്നെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞ കണ്ടം തുണ്ടം ക്ലിപ്പുകള്, അല്ലെങ്കിൽ പേപ്പറിന്റെ കഷ്ണങ്ങള്, ലേഖനത്തിന്റെ പീസുകൾ, ഇതെടുത്തിട്ട് ഇസ്ലാമിനെ വിമർശിക്കാനായി നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഒരു ഡെപ്തും ഇവർക്കില്ല, ഒരു വിഷയം ഇവർക്ക് അറിയില്ല. എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ വിമർശിക്കലാണ് പ്രധാന ഹോബി, പ്രധാന ജോലി. അതാണ്. ഇപ്പോ ഇക്കഴിഞ്ഞ പിന്നെ ദിവസങ്ങളിൽ ഒരു പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരു സംഭവം വൈറലായി. അത് ലണ്ടനിൽ വെച്ചാണ് നടന്നത്. ലണ്ടനിൽ ഒരു പ്രത്യേക ഏരിയ ഉണ്ട്. നമ്മളെ നാട്ടിലത്തെ ഒരു കൾച്ചർ അല്ല. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കും പിന്നെ ഒരു പ്രത്യേക ഏരിയ ഉണ്ടാവും. അവിടെയൊക്കെ അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ, ഇഷ്ടമുള്ള രീതിയിലൊക്കെ സംസാരിക്കാം. അവിടെ സ്പീക്കേഴ്സ് കോർണർ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ചെന്നിട്ട് ആർക്കും
അവനവന്റെ വിശ്വാസം, അതിൽ എല്ലാ ടൈപ്പ് ആളുകളുണ്ടാകും. ഹൈന്ദവരുണ്ടായിരിക്കാം, പിന്നെ ക്രൈസ്തവരുണ്ടായിരിക്കാം, ജൂതന്മാരുണ്ടായിരിക്കാം, മുസ്ലിങ്ങളുണ്ടായിരിക്കാം, ഒരു വിശ്വാസമില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം, മോഡേണിസ്റ്റുകൾ ഉണ്ടായിരിക്കാം. പലതരത്തിലുള്ള വിശ്വാസവും ആചാരം കൊണ്ടെടുക്കുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്. നമ്മളെ നാട്ടിൽ നിന്ന് പോയൊരുത്തൻ നമ്മളെ നാട്ടിലൊക്കെ ഇസ്ലാം വിമർശിച്ചപ്പോ അത്യാവശ്യമായി, ഇനിയിപ്പോ ഞാൻ ഇവിടെ സേവനം ചെയ്യേണ്ടതില്ല, അതുകൊണ്ട് എനിക്കൊന്ന് വേൾഡ് ലെവലിൽ വൈറലായി കളയാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെന്നതാണ്. അയാളുടെ പേരൊന്നും ഞാൻ ഇത്തരം ഒരു പവിത്രമായ ഒരു വേദിയിൽ പറഞ്ഞിട്ട് പിന്നെ മോശമാക്കുന്ന അയാളെ ഈ വേദിയെ നശിപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തി അവിടെ ചെന്നിട്ട് ഇസ്ലാമിനെ വിമർശിച്ചു. അപ്പോ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്യുന്ന ചില പ്രമുഖ വ്യക്തികൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്നാൻ റാഷിദി, ഹാഷിം പോലെയുള്ള ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള അവിടുത്തെ UK പൗരന്മാരായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ മുമ്പിൽ ചെന്നിട്ട് ഇയാൾ പറഞ്ഞത് വളരെ മോശപ്പെട്ട ചില കാര്യങ്ങളാണ്. ഇസ്ലാമില് സ്വന്തം മക്കളെ വിവാഹം കഴിക്കാം, സ്വന്തം പെൺകുട്ടികളെ വിവാഹം കഴിക്കാം എന്ന് പച്ചക്ക്. ഇവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒന്നുമില്ല, യുക്തിവാദം എന്നാണ് പേര്. എന്നിട്ട് പറയുന്നത് മൊത്തം വിദ്വേഷ പ്രചരണം, ഒരു മതത്തിനെതിരെ ശക്തമായിട്ട് വിമർശിക്കും. എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും മാന്തി നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അത് കളവ്, പച്ചക്കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത ആൾ ഇത് പറഞ്ഞു നടക്കുക. അങ്ങനെ ആ കളവിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ വളരെ മോശമായിട്ട് സംസാരിച്ചു. ഇസ്ലാമില് സ്വന്തം പെൺമക്കളെ വിവാഹം കഴിക്കാം. അപ്പോ ഇയാള് വളരെ കൂളായിട്ട്, പിന്നെ ഇയാളെ കുറിച്ച് പറഞ്ഞ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് ഒരുപാടുണ്ട്, ഞാനത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഇത് ചോദിച്ചപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഇസ്ലാമിനെ കുറിച്ച് സംശയ നിവാരണം വരുത്തുന്ന, അവിടുത്തെ സാധാരണ ഇസ്ലാമിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആ ഏരിയയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ആളുകളാണ്. അവര് വലിയ സ്കോളേഴ്സോ വലിയ പണ്ഡിതന്മാരൊന്നും അല്ല. അവര് പറഞ്ഞു ആ പറഞ്ഞതിൽ എന്താ തെളിവ്? അപ്പൊ അയാൾ പറഞ്ഞു ഖുർആനിലുണ്ട്. അപ്പൊ ആ ഖുർആൻ അതൊന്ന് കാണിക്കാൻ പറഞ്ഞു. ഏത്? സ്വന്തം പെൺമക്കളെ കല്യാണം കഴിക്കുക എന്നുള്ളത് ഖുർആനിലുള്ളതെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഒരുപാട് ആള്, നമുക്കറിയാലോ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇഷ്ടംപോലെ ക്യാമറകൾ ഉണ്ടാകും, മൊബൈൽ ഫോണുകൾ ഉണ്ടാകും, വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടാകും. അവിടെ ഇയാൾ ഇങ്ങനെ തരികയാണ് ഖുർആൻ, പിന്നെ ഗൂഗിൾ എടുത്തിട്ട് അല്ലെങ്കിൽ ChatGPT പോയിട്ട് ഒക്കെ തരികയാണ് ആ ആയത്ത് ഏതാന്നുള്ളത്. തെരഞ്ഞാൽ കിട്ടുമോ? കിട്ടൂല. കാരണം ഖുർആനിൽ അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഖുർആൻ ഇല്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്ത് ചെയ്യാൻ പാടുണ്ട്, എന്ത് ചെയ്യാൻ പാടില്ല, ഏത് ശരി, ഏത് തെറ്റ്, ഏത് സുന്നത്ത്, ഏത് ഫർള്, കൃത്യമായി എല്ലാ കാര്യങ്ങളിലും കാഴ്ചപ്പാടുള്ള ഒരേ ഒരു മതം ഇസ്ലാമാണ്. അതില് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതില് ആരെയാണ് വിവാഹം കഴിക്കാൻ പറ്റുക, ആരെയാണ് വിവാഹം കഴിക്കാൻ പറ്റാത്തത് എന്നുള്ളത് കൃത്യമായി ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കും. അത് അവിടെ വെച്ച് തന്നെ പറയുന്നുണ്ട്. ഇയാള് തരികയാണ്. ഏതില്? മൊബൈൽ എടുത്തിട്ട് തരികയാണ്. തെരഞ്ഞിട്ട് 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് എത്ര തെരഞ്ഞിട്ടും മനുഷ്യന് ആയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല. അവസാനം ഇയാൾ ലണ്ടൻ സിറ്റിയിലാണ് ഈ സംഭവം. അവസാനം ഇയാളോടൊന്ന് പറയാണ്, എന്റെ മൊബൈലിൽ നെറ്റ് ഇല്ല. അപ്പൊ ആൾക്കാർ ഒന്നായിട്ട് മൊബൈൽ അങ്ങനെ നീട്ടി കൊടുത്തത്, അതിലൊക്കെ ഫുൾ നെറ്റാണ്, ഫുൾ ചാർജാണ്, നിങ്ങൾ തെരഞ്ഞോളിയാണ്. അവസാനം കണ്ടം വഴി ഓടാന്നൊക്കെ തമാശയായിട്ട് പറയാണ്. ശരിക്കും ലണ്ടനിൽ വെച്ച് ഈ മണ്ടൻ കണ്ടം വഴി ഓടി രക്ഷപ്പെട്ടു. അതിന്റെ വീഡിയോ അങ്ങോട്ട് വൈറലായി. ഇസ്ലാമിനെ വിമർശിക്കാൻ നടക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവര് കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുകയാണ്. വിദ്വേഷം പ്രചരിപ്പിക്കലാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളുമായിട്ട് തൊട്ട് മുമ്പ് ഇവിടെ വേറൊരു വ്യക്തി, അയാൾ മുസ്ലിം പോലും അല്ല, രാഹുൽ ഈശ്വർ എന്നാണ് അയാളുടെ പേര്. അയാളെല്ലാം പഠിച്ച് ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വ്യക്തിയാണ്. അയാളോട് ഒരാൾ ഇതേപോലെ ഡിബേറ്റിന് വന്നു. അയാൾ പറഞ്ഞു 27 ആയത്തുകൾ ഖുർആനിൽ നിന്ന് നിരോധിക്കാൻ വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ കോടതി വിധി എടുക്കാൻ പറഞ്ഞു. ഇയാൾക്ക് തെരഞ്ഞിട്ട് കിട്ടിയില്ല. അവസാനം പച്ചക്ക് അയാൾ പറഞ്ഞത് കള്ളമാണ് എന്ന് അവിടെ വെച്ച് സ്ഥാപിച്ചു. അപ്പോ ഇവരുടെ പരിപാടി എന്ന് വെച്ചാൽ ഇസ്ലാമിന് പേര് യുക്തിവാദം എന്ന് ഇസ്ലാമിനെ വിമർശിച്ച് നടക്കലാണ് ജോലി. ഇവരുടെ കയ്യിലൊന്നും യാതൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാകുന്ന സംഭവങ്ങളാണ് ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതൊക്കെ. ഞാൻ പറഞ്ഞു ഖുർആനിൽ കൃത്യമായി, വിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസായിലെ 23-ാമത്തെ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്, ഹുർരിമത്ത് അലൈക്കും ഉമ്മഹാത്തുക്കും. ആരെ വിവാഹം കഴിക്കാം, ആരെ വിവാഹം കഴിക്കാൻ പാടില്ല, നിങ്ങളുടെ ഉമ്മമാർ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളവരല്ല.
ആണോ? അതൊന്നും പറയേണ്ടതില്ല. പക്ഷെ കൃത്യമായി ഖുർആൻ അത് പറഞ്ഞു. വബനാത്തുക്കും, നിങ്ങളുടെ മക്കൾ അവർ നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിരിക്കുന്നു, അഥവാ അവർ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വഅഖവാത്തുക്കും, നിങ്ങളുടെ സഹോദരിമാർ അവർ വിവാഹം കഴിക്കാൻ പാടില്ല. വഅമ്മാത്തുക്കും, നിങ്ങളുടെ പിതാവിന്റെ സഹോദരിമാർ. വഹാലാത്തുക്കും, നിങ്ങളുടെ മാതൃ സഹോദരിമാർ, ഉമ്മാന്റെ സഹോദരിമാർ. വബനാത്തുൽ അഖി, നിങ്ങളുടെ സഹോദരന്റെ പെൺമക്കൾ. വബനാത്തുൽ ഉഖ്തി, നിങ്ങളുടെ സഹോദരിയുടെ പെൺമക്കൾ. വഉമ്മഹാത്തുക്കും അല്ലാത്തി അർളഅലക്കും, നിങ്ങളുമായി മുലകുടി ബന്ധത്തിലുള്ള അവരുടെ മക്കൾ. അതേപോലെ തന്നെ അതിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ. അവ ഉമ്മഹാത്തു നിസായിക്കും, അതേപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ. അങ്ങനെ ഓരോന്ന് ഖുർആൻ എണ്ണി പറയണ്. ആ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ രണ്ടാമത് പറഞ്ഞത് മക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല. അത് ഖുർആനിലെ നസ്സ. ഖുർആന്റെ ലോകത്ത് എത്ര കോപ്പികൾ ഖുർആന്റെ ലോകത്തുണ്ടോ ആ കോപ്പികളിലൊക്കെ സൂറത്തുൻ നിസായിൽ 23-ാമത്തെ ആയത്തുണ്ട്. എന്നിട്ട് ഒരു മനുഷ്യൻ പച്ചക്ക് ഇന്നത്തെ കാലത്ത് വീഡിയോക്ക് മുമ്പിൽ പറയാണ് മകളെ വിവാഹം കഴിക്കാവുന്ന ഖുർആനിലുണ്ട്. ഇങ്ങനെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികളിലേക്ക് ഇത്തരം ചിന്തകൾ കയറ്റിവിടുന്ന ആളുകളുടെ നിലവാരം ഇതാണ്. ചില കുട്ടികൾക്ക് ഇങ്ങനെ തോന്നും, ഇങ്ങനെ സംഗതികൾ ഇയാൾ പറഞ്ഞത് ശരിയല്ലേ, ഈ ശരിയല്ലേ എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത് എന്താണ് ഇസ്ലാം വിമർശകർ പറയുന്നത് എന്നുള്ളത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിന്റെ ഉള്ളിലൊന്നും ഒരു ചുക്കും, ഇവർ പറയുന്നതിൽ ഒരു ചുക്കുമില്ല. ചുക്കും ചുണ്ണാമ്പും എന്ന് പറയും, ഒരു സാധനം ഇവർ പറയുന്നില്ല എന്നല്ല. എന്നാൽ 14 നൂറ്റാണ്ടായി ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നു. ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി പല വേഷത്തിൽ പല ആളുകൾ പല സമയത്ത് പല രീതിയിലും വന്നിട്ടുണ്ട്. വിമർശകരെല്ലാം അവരുടെ വാദങ്ങളെല്ലാം ഇന്ന് ചവറ്റുകൊട്ടയിലാണ്. ഇസ്ലാം ഉദയസൂര്യനെ പോലെ ഇന്നും ലോകത്ത് പ്രകാശിച്ചു നിൽക്കുന്നു. ഇന്ത്യ രാജ്യത്ത് വളരുന്നതിനേക്കാൾ കൂടുതൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പ്രത്യേകിച്ചും വെസ്റ്റേൺ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാം വളരുകയാണ്. അവിടേക്ക് ആരാ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നത്? ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT പ്രൊഫഷണൽസ്, വിദ്യാഭ്യാസമുള്ള ആളുകൾ, വിശഗ്വരന്മാർ, വലിയ വലിയ ചിന്തകന്മാർ, വിദ്യാഭ്യാസ വിചക്ഷണർ, അവരൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചിട്ട് അൽഹംദുലില്ലാ ഇപ്പോഴാണല്ലോ ഈ പ്രകാശനങ്ങൾക്ക് കിട്ടിയതെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വരിക. അവരൊക്കെ ഇന്ന് ദഅ്വാ രംഗത്ത് സജീവമാണ്. എത്രയോ ആളുകളെ നമുക്ക് ഉദാഹരണം പറയാൻ സാധിക്കും. അവരൊക്കെ ഇസ്ലാമിക ദഅ്വാ രംഗത്ത് സജീവമാണ്. ഇതാണ് ഇസ്ലാമിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എന്നാൽ ഇതിനെ വിമർശിക്കാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, ഇവര് സാമൂഹ്യ വിരുദ്ധർ, സൊസൈറ്റിക്ക് വേണ്ടാത്തവർ, വൃത്തികേടുകൾ പ്രചരിപ്പിക്കുക. നമ്മളെ കുട്ടികൾ മനസ്സിലാക്കണം, ഇത്തരം ആളുകൾ ഒരു സോഷ്യൽ സമൂഹത്തിൽ തന്നെ ഒഴിവാക്കപ്പെടേണ്ട ഒരു സൊസൈറ്റിക്ക് ഒരു ഭാരമായി മാറേണ്ട ആളുകളെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുത്തനെ പൂട്ടിക്കെട്ടി. എന്താണ്? നിഹാദ്, തൊപ്പി നിഹാദ്, വൃത്തികേടുകൾ നമ്മുടെ കുട്ടികളിലൊക്കെ ഇത്തരം ആളുകൾ വലിയ സംഭവമായിട്ട് കൊണ്ടുനടക്കുകയാണ്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർ, സൊസൈറ്റിക്ക് വേണ്ടാത്തവർ, നാടിന് ശാപമായിട്ടുള്ളവർ പൂട്ടിക്കെട്ടുന്ന കൂട്ടത്തിൽ പൂട്ടിക്കെട്ടേണ്ടവരാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ. എന്നാൽ ഇസ്ലാം ഇവിടെ പണ്ട് നിലനിന്നത് പോലെ ഇൻഷാ അല്ലാഹ് ഇന്ന് നിലനിൽക്കുക തന്നെ ചെയ്യും. ഈ ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾക്കറിയുക, നമ്മളെ കുട്ടികൾ അവരെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. രക്ഷിതാക്കള് അതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. ഈ സമൂഹം ഇവിടെ നിലനിൽക്കണം, ഇസ്ലാം ഇവിടെ നിലനിൽക്കണം. ഈ സമൂഹമാകുന്ന കപ്പലിന് ഓട്ടയാക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെ പിടിച്ച് കെട്ടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം സംഗതികളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അറിയുക. ഇസ്ലാമിന്റെ ആ ഒരു ആശയ സമ്പന്നത, ഇസ്ലാമിന്റെ ആ ഒരു ആർജവം, ഇസ്ലാമിന്റെ ആ ഒരു പ്രകാശം ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അവര് ഇസ്ലാമിന്റെ പ്രകാശം ഊതിക്കെടുത്തുവാൻ വേണ്ടി എത്ര പരിശ്രമിച്ചാലും അവർക്കതിന് സാധിക്കുകയില്ല. ദീനിന്റെ പ്രകാശം, അള്ളാഹുവിന്റെ പ്രകാശം, ഇസ്ലാമിന്റെ പ്രകാശം അതിനെ ഊതിക്കെടുത്താൻ ഈ ചെറുവായകളുമായി വരുന്ന ആർക്കും സാധിക്കില്ല. അള്ളാഹു അതിനെ പരിപൂർണമാക്കുക തന്നെ ചെയ്യും. നമ്മൾക്കതിൽ എന്ത് റോളുണ്ട്, നമ്മൾ എത്രത്തോളം അതിൽ ഭാഗവാക്കാവുന്നുണ്ട് എന്നുള്ളതാണ് ഗൗരവത്തോടെ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കള് പഠിക്കുമ്പോൾ ശരിക്കും ഇസ്ലാമിന്റെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തെറ്റായ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ ഖുർആനും
സുന്നത്തും ശരിക്കും പഠിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഇത്തരം ആളുകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള വങ്കത്തരം വിഡ്ഢിത്തം ശരിക്കും നമുക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് ഇസ്ലാമിനെ ആഴത്തിൽ പഠിക്കുകയും ഇസ്ലാമിനെതിരെയുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ശക്തി ആർജവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസികളുടെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ നിർദ്ദേശിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. നാം ആണ് ഈ ഖുർആനെ ഇറക്കിയത്, നാം അതിനെ നിലനിർത്തുക തന്നെ ചെയ്യും. അള്ളാഹു ഇറക്കിയ ഖുർആനെ അള്ളാഹു നിലനിർത്തും. അതിനെ നശിപ്പിക്കാനോ ആ ഇസ്ലാമിന്റെ പ്രഭയെ ഇല്ലാതാക്കുവാൻ ഒരാൾക്കും ലോകത്ത് സാധിക്കുകയില്ല. നമ്മൾ നമ്മുടെ ബാധ്യത നിറവേറ്റുന്നതിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് അറിയുകയും അതിൽ നമ്മുടെ ഒരു പക്വത, നമ്മുടെ ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ദീനിനെ ആഴത്തിൽ പഠിക്കുകയും അതിന്റെ പ്രചാരണത്തിൽ നമ്മളാൽ ആവുന്ന രീതിയിൽ പങ്കുവയ്ക്കുവാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുക. അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.